അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 10ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കാൻ പോകുന്നത്. 50 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. ആദ്യമായി വഫിഖ്, യോജിപ്പിക്കാനാണ്. ബ്രാക്കറ്റ് വായിക്കുന്നു. ബലദുൻ കബീറുൻ, വലിയൊരു രാജ്യം. സാല ഹമ്മുഹു, അവന്റെ പ്രയാസം നീങ്ങി. മിൻ റിയാദിൽ ജന്ന, സ്വർഗ പൂന്തോപ്പിൽപ്പെട്ടതാണ്. ഫിൽ ബിഇരി, കിണറിൽ. ഇലൽ മദീന, മദീനയിലേക്ക്. 1. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്നാണ് യോജിപ്പിക്കുക. സ്വർഗ പൂന്തോപ്പിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇൽമിന്റെ മജ്ലിസ്. 2. ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയി. 3. കുൻ നളീഫൻ മൻ നളഫ സൗബഹു സാല ഹമ്മുഹു, എന്താ പൂരിപ്പിക്കുക? സാല ഹമ്മുഹു, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുക. അങ്ങനെ വസ്ത്രം ശുദ്ധീകരിച്ചാൽ അവന്റെ പ്രയാസം നീങ്ങി. 4. അൽ ഹിന്ദു വതനുന വഹിയ ബലദുൻ കബീറുൻ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, അത് വലിയ ഒരു രാജ്യമാണ്. 5. ഗീലൽ മാഉ എന്നാണ് യോജിപ്പിക്കുക. ഫിൽ ബിഇരി, കിണറ്റിൽ വെള്ളം കുറഞ്ഞു. ഇങ്ങനെ 5 മാച്ച് ദ ഫോളോവിംഗ് വന്നിട്ടുള്ളത്. ഇനി 2. തമ്മിം, പൂരിപ്പിക്കുക. 1. വമാ തഗയ്യറ ആഖിറുഹു ബിതഗയ്യുരിൽ അവാമിലി യുസമ്മ മുഅറബൻ. മുഅറബ് എന്നാൽ എന്ത് എന്നാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിക്കേണ്ടത്. ആമിലുകൾ മാറൽ കൊണ്ട് അഥവാ ഘടകങ്ങൾ മാറൽ കൊണ്ട് അവസാനം മാറുന്നതിനാണ്, മാറ്റം വരുന്നതിന് എന്ത് പറയാ? മുഅറബ് എന്ന് പറയാം. നമുക്കറിയാം ഇസ്മ 2 വിധമാണെന്ന്, മുഅറബ്, മറ്റൊന്ന് മബ്നി. 2. അൽഫാദ് തൗകീദി തത്ബഉ മാ ഖബ്ലഹാ, എന്ന് പൂരിപ്പിക്കുക. ഫിൽ ഇഅറാബി, എന്താ പറയുന്നത്? തൗകീദിന്റെ പദങ്ങള് അതിന്റെ മുമ്പുള്ളതിനോട് ഇഅറാബിൽ പിന്തുടരും. തൗകീദിന്റെ മുമ്പുള്ള വേർഡിന് എന്താണോ ഇഅറാബ്, നസ്ബാണോ നസ്ബ്, ജറാണോ ജറ്, റഫ് ആണോ റഫ്, ആ ഇറാബ് തന്നെയായിരിക്കും ആർക്ക്? തൗക്കീദിനുണ്ടാവുക. 3. ബദല് കുല്ല് മിൻ കുല്ലിൻ ളാബിത്തുഹു അൻ യകൂനൽ ബദലു ഐനൽ മുബദലി മിൻഹു, എന്താ പറയുന്നത്? ബദലിൽ കുല്ല് മിൻ കുല്ല്, കുല്ലു ബദല്. എന്താണ് കുല്ലു ബദല്? കുല്ലു ബദലിന്റെ സിസ്റ്റം, അതിന്റെ ഘടകം എങ്ങനെയാണ്, അതിന്റെ രീതി ബദല് മുബദൽ മിൻഹു തന്നെ ആയിരിക്കണം. എന്താണോ പകരം വരുന്നത് അത് ബദലും, എന്തിനെ തൊട്ടാനോ പകരം വരും മുബദൽ മിൻഹു എന്ന് പറയാം. ഉദാഹരണമായി ജാഅനി മുഹമ്മദുൻ അബു അബ്ദുള്ള, എന്റെ അടുക്കൽ മുഹമ്മദ് വന്നു അഥവാ അബു അബ്ദുള്ള വന്നു. ഇവിടെ അബു അബ്ദുള്ള എന്നുള്ള ബദലും മുഹമ്മദ് എന്നുള്ളതാണ് മുബദൽ മിൻഹു ആണ്. കുല്ലു ബദലാണെങ്കിൽ എന്തായിരിക്കണം? ബദല് മുബദൽ മിൻഹു ഒന്ന് തന്നെയായിരിക്കണം എന്നർത്ഥം. 4. വൽ ഹാലു വസ്ഫുൻ വാഖിഉൻ ബഅദ തമാമിൽ ജുംലത്തി മുഫ്ഹിമുൻ ഹാല സാഹിബിൽ ഹാൽ. ഹാല് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിൽ ചെയ്യേണ്ടത്? എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ? വസ്ഫുൻ വാഖിഉൻ ബഅദ തമാമിൽ ജുംലത്തി മുഫ്ഹിമുൻ ഹാല സാഹിബിൽ ഹാൽ, ഒരു ജുംല പൂർത്തിയായതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വിവരണമാണ്. അത് സാഹിബുൽ ഹാലിന്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നു.
ഉദാഹരണമായി ഇദ്ഹബ് ഇലിൽ ജുമുഅത്തി മാഷിയ, നീ പള്ളിയിലേക്ക് നടന്നു പോവുക, നീ ജുമുഅയിലേക്ക് നടന്നു പോവുക. ഇവിടെ മാഷിയൻ എന്നുള്ള ഹാലാണ്, അതിന്റെ സ്വാഹിബുൽ ഹാലാണ് നീ എന്നുള്ളത്. അപ്പോ ഇവിടെ ഹാല് എന്ന മാഷി എന്ന ഹാല് നീ എന്ന സ്വാഹിബുൽ ഹാലിന്റെ അവസ്ഥയെ വ്യക്തമാക്കുന്നു. ഏത് രീതിയിലാണ് പോകേണ്ടത്, ഏത് അവസ്ഥയിലാണ് പോകേണ്ടത്? നടന്നിട്ടാണ് പോകേണ്ടത്. അതാണ് ഇവിടെ ഹാല് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് വലാ യജുറു മുൻദ് വമുദ് മിനൽ അസ്മാഇൽ ലാഹിറ ഇല്ലാ ഇസ്മ സമാൻ. എന്താ പൂരിപ്പിക്ക? ഇല്ലാ ഇസ്മ സമാൻ. മുദ് മുൻദിനെ കുറിച്ച് അവർ പറയുന്നത് ലാഹിറ ഇസ്മിൽ നിന്നുള്ള മുദ് മുൻദ് ഇസ്മ സമാനിക്ക് മാത്രമേ ജറുള്ളൂ, ഇസ്മ മക്കാനിക്ക് ജറയൂല. ഉദാഹരണമായി മുൻദ് യൗമിൻ, ഒരു ദിവസം മുതൽ. മുൻദ് എന്ന ലാഹിറ ഇസ്മ യൗമിൻ എന്ന ഇസ്മ സമാനിക്ക് ജറ് ചെയ്തു. ഇനി നോക്ക് മൂന്നാമത്തത് മയ്യിസിൽ അംസില. ബോക്സിൽ കൊടുത്ത് ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വേർതിരിക്കാം. കോളം വായിക്കുന്നു. ജാ റജുലുൻ, ഒരാൾ വന്നു. ഇദ്ഹബ് ലിൽ ജുമുഅത്തി മാഷിയൻ, നീ ജുമുഅക്ക് നടന്നു പോവുക. ജാഅനി മുഹമ്മദൻ അബു അബ്ദുള്ള, എന്റെ അടുക്കൽ മുഹമ്മദ് വന്നു അഥവാ അബു അബ്ദുള്ള വന്നു. അൽ ഉസ്താദ് നഫ്സുഹു യതവല്ലഉ, ഉസ്താദ് തന്നെ ഉളു എടുക്കുന്നു. ഹുന്ന നിസാഉൻ ഗാഫിലാത്തുൻ, അവർ അശ്രദ്ധരായ സ്ത്രീകളാണ്. ഇവിടെ ഒന്നാമത്തെ നാത്ത്, നാത്തിന് ഉദാഹരണം കണ്ടെത്തേണ്ടത്. ഏതാ നാത്തിന് ഉദാഹരണം വരിക? ഹുന്ന നിസാഉൻ ഗാഫിലാത്തുൻ, അവർ അശ്രദ്ധരായ സ്ത്രീകളാണ്. ഇവിടെ ഗാഫിലാത്ത് എന്നുള്ള നാത്താണ്. ആ നാത്ത് എന്ത് ചെയ്യുന്നു? നിസാഉൻ എന്ന മൻഊത്തിനെ ഇതിനോട് വിവരിക്കുന്നു. ഏത് സ്ത്രീകളാണ്? അശ്രദ്ധരായ സ്ത്രീകൾ എന്ന് പറയുന്നു. രണ്ടാമത്തെ ഹാലിന് ഉദാഹരണം ഇദ്ഹബ് ലിൽ ജുമുഅത്തി മാഷിയ, നീ ജുമുഅക്ക് നടന്നു പോവുക. ഇവിടെ മാഷിയൻ എന്നുള്ളത് ഹാലാണ്. ആ ഹാൽ എന്ത് ചെയ്യുന്നു? സ്വാഹിബുൽ ഹാലാകുന്ന നീ അതിന്റെ അവസ്ഥയെ എന്ത് ചെയ്യുന്നു? വിശദീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. നടന്നിട്ടാണ് പോകേണ്ടത്. മൂന്നാമത്തെ ബദൽ, ബദലിന്റെ ഉദാഹരണം നോക്കൂ. ജാഅനി മുഹമ്മദുൻ അബു അബ്ദുള്ള, മുഹമ്മദ് വന്നു അഥവാ അബു അബ്ദുള്ള വന്നു. ഇവിടെ അബു അബ്ദുള്ള എന്നുള്ള ബദലും മുഹമ്മദ് എന്നുള്ളത് മുബദ്ദിൽ മിൻഹു ആണ്. മുഹമ്മദ് ആരാണ്? അബു അബ്ദുള്ള. 4 അത്തൗക്കീദ്, തൗക്കീദിന് ഉദാഹരണം അൽ ഉസ്താദ് നഫ്സുഹു യതവല്ലഉ, തൗക്കീദ് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്താണ്, ഊന്നൽ നൽകാണ്. ഉസ്താദ് തന്നെയാണ് ഇവിടെ ഉളു എടുക്കുന്നത്. അപ്പൊ നഫ്സ് എന്നുള്ളത് എന്താണ്? തൗക്കീദാണ്. 5 അന്നക്കിറ, നക്കിറക്ക് ഉദാഹരണം ജാഅ റജുൽ, ഒരു പുരുഷൻ വന്നു. ഏത് പുരുഷനാണെങ്കിലും അത് നക്കിറയാണ്. മാരിഫ എന്ന് പറയുന്നത് ഏതാളാണെന്ന് വ്യക്തമായി പറയും. ഒരു വർഗത്തിന്റെ പേര് പറഞ്ഞാൽ ഏതാണ്? നക്കിറയാണ്. ഇനി നാലാമത്തത് അജീബ്, ഉത്തരമിതാനാണ്. ചോദ്യം 1, അൽ മാരിഫത്തു മാഹിയ, മാരിഫ എന്നാൽ എന്ത്? ഉത്തരം വൽ മാരിഫത്തു മാ വുളിഅ ലിമഅഹൂദിൻ, മാ വുളിഅ ലിമഅഹൂദിൻ മുഅയ്യനിൻ, നിർണിതമായ അറിയിക്കപ്പെട്ടൊന്നിന് വെക്കപ്പെട്ടതാണ് ഏത്? മാരിഫ എന്ന് പറയുന്നത്. ഒരു പേര് പറഞ്ഞാൽ, ഉദാഹരണമായി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ മുഹമ്മദ് തന്നെയാണ്, അതിൽ മറ്റാൾ ഉൾപ്പെടുകയില്ല. അതാണ് മാരിഫ എന്ന് പറയുന്നത്. 2 അമൽ ഹുറൂഫിൽ ജദി മാ ഹുവ, ജറിന്റെ അർഫുകളെ ജോലി എന്താണ്? ഉത്തരം തജുറുൽ ഇസ്മ, ഇസ്മിനിക്ക് ജറ് ചെയ്യുക എന്നുള്ളവർ ജോലി, ഇസ്മിനിക്ക് ജറ് ചെയ്യുക. 3 ഇഅ്റാബുൽ ഹാലി മാ ഹുവ, എന്താണ് ഹാലിന്റെ ഇഅ്റാബ്? നസ്ബുൻ, നസ്ബാണ് ഹാലിന്റെ ഇഅ്റാബ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ഹബ് ലിൽ ജുമുഅത്തി മാഷിയൻ, അവിടെ മാഷിയൻ എന്ന ഹാലിക്ക് നസ്ബാണ്. 4 ഇദാ കാനത്തിൽ ഹാലു മാരിഫത്തൻ ഫമാദാ യജിബു, ഹാല് മാരിഫിയാകൂല, ഹാല് നക്കിറയാണ്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ഹാല് മാരിഫിയായിട്ട് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? വജബ തഅ്വീലുഹാ ബിനക്കിറ, അപ്പോൾ നക്കിറ കൊണ്ട് അവിടെ സങ്കല്പിക്കണം.
നെക്കിറ കൊണ്ട് തവീൽ ചെയ്യണം. അവിടെ ഒരു നെക്കിറയെ കൊണ്ടുവരണം എന്നർത്ഥം. സാങ്കല്പികമായ നെക്കിറയെ അവിടെ കൊണ്ടുവരൽ നിർബന്ധമാണ്. അഞ്ചാമത്തത് അൻ നക്കിറത്തു മാഹിയ. എന്താണ് നക്കിറ എന്ന് പറയുന്നത്? മാ ഷാഅ ഫീ ജിൻസിൻ ഫയസ്തഅമലു അലാ അയ്യി ഫർദ് മിൻഹു. ഒരു വർഗത്തിന് പറയുന്ന പേരാണ്. ഒരു വർഗത്തിൽ വ്യാപിച്ചു നിൽക്കുന്നത് നക്കിറ എന്ന് പറയുന്നത്. ആ വർഗത്തിൽപ്പെട്ട ഏത് വ്യക്തിയും അതിൽപ്പെടും. അതിനാണെന്ന് പറയുന്നത് നക്കിറ എന്ന് പറയുന്നത്. ഇനി 5 തർജിം പരിഭാഷപ്പെടുത്താം. 1, മഖസൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്ക 53 സന. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 53 വർഷം താമസിച്ചു. 6, ഉക്തുബ് ഇസ്നൈനി, 2 എഴുത. 1, മിൻ അൻവാഇൽ മാരിഫ. മാരിഫയുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് 1 അല്ലമാഇർ, 2 അലം. 2 എഴുതിയാൽ മതി. 2 മിൻ ഹുറൂഫിൽ ജർരി. ജറിന്റെ അറഫുകൾ 19 ഉണ്ട്. അതിൽ നിന്ന് 2 എഴുതുക. 1 ബാ, മറ്റൊന്ന് മിന്ന്. അല്ലാഹു തആല പരീക്ഷയിലേക്ക് ഉന്നത മാർക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.